തലവര നമ്മുടെ അർജുൻ അശോകൻ നായകനായിട്ടുള്ള അഖിൽ അനിൽകുമാർ ഡയറക്റ്റ് ചെയ്ത മൂവി 2 ദിവസം മുന്നേ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. വലിയ ഒച്ചപ്പാടോ പ്രൊമോഷൻസോ ഒന്നും ഈ സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ പ്രൊമോഷനുകളെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ വലിയ വാഗ്ദാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്തും അത്യാവശ്യം നല്ലൊരു ട്രെയിലറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാണണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് ടൈപ്പ് മൂവി ആണെന്നാണ് ഞാൻ ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ. അത് വെച്ചാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. സിനിമ 2 ദിവസമായി റിലീസായിട്ട്. അത് മാത്രമല്ല ഒരുപാട് പേര് നല്ല റിവ്യൂ പറയുന്നതും കൂടെ കണ്ടു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കാണാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇന്ന് പോയി ഈ സിനിമ കണ്ടത്. സിനിമ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത്ര 2 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. അടിപൊളി സിനിമയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വലിയ മാസ് പരിവേഷമുള്ള, വലിയ ഒച്ചപ്പാടുള്ള അങ്ങനെ ഒരു മൂവിയൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യാതൊരു ഫീലും കിട്ടില്ല. നിങ്ങളൊരു നല്ലൊരു മൂവി, അതായത് ഏതാ പറയേണ്ടത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സുധി വാത്മീകം, ജയസൂര്യ അഭിനയിച്ച ആ മൂവി, അതുപോലെ ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന, ഒരു ഫീൽ ഗുഡ് നൽകുന്ന ഒരു മൂവി പ്രതീക്ഷിച്ചാണ് നിങ്ങൾ തിയേറ്ററിലോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 100% ഈ സിനിമ ഇഷ്ടപ്പെടും. അഖിൽ അനിൽകുമാർ, അപ്പു അസ്ലാം എന്നിവരാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അഖിൽ അനിൽകുമാർ തന്നെയാണ് മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അർച്ചന 31 നോട്ട് ഔട്ട് ഐശ്വര്യലക്ഷ്മി വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു 2022 ഈ സിനിമയുടെ ഡയറക്ടർ. അതത്ര വലിയ വിജയമൊന്നും ആയിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ തലവര എന്നുള്ള ഒരു മൂവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് വർക്കായിട്ട് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് അർജുൻ അശോകൻ എന്നുള്ള ഒരു ആക്ടറുടെ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ. അദ്ദേഹം ഓരോ സിനിമ കഴിയുമ്പോഴും, എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഭ്രമയുഗം എന്നൊരു സിനിമ കണ്ടിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോകെ ഓരോ സിനിമ കഴിയുമ്പോഴും അർജുൻ അശോകൻ എന്നുള്ള ഒരു നടൻ ഇങ്ങനെ ഷാർപ്പായിട്ട് അദ്ദേഹം ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ് ഓരോ സിനിമ കഴിയുന്നതും. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ സിനിമയിൽ അർജുൻ അശോകൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ക്യാരക്ടർ എടുത്താലും, പല നായകന്മാർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എടുത്താലും, ഒരു പർട്ടിക്കുലറായിട്ട് ഒരു വേഷം കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ചില ഏറ്റക്കുറിച്ചിലൊക്കെ കാണും. നമുക്ക് ചിലയിടത്ത് കല്ലുകടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സിനിമയിൽ അർജുൻ അശോകൻ വളരെ കൈയടക്കത്തോടെയാണ് കേട്ടോ ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ മുഖത്തൊക്കെ വെള്ളപ്പാട് വന്നു കഴിയുമ്പം നമ്മളെ സൊസൈറ്റിയൊക്കെ ഒന്നൊരു ഫേസ് ചെയ്യുമ്പം, ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാകും. നമുക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ഇതിൽ അർജുൻ അശോകൻ. മുഖത്തും അതുപോലെ പുരികത്തിലും ഒക്കെ വെള്ള പാണ്ടുകളൊക്കെ വന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ, ആൾക്കാരുടെ കളിയാക്കലുകളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അർജുൻ അശോകൻ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്, ആ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. അസാധ്യമായിട്ടാണ് കേട്ടോ അർജുൻ അശോകൻ ഈ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പൊടിക്ക് മുകളിലോട്ടോ താഴോട്ട് പോയ ഈ ക്യാരക്ടർ ഒരു കല്ലുകടിയാവും, അഭിനയത്തിലൊരു കല്ലുകടി വരും. അത് തീർച്ചയായിട്ടും വരും. കാരണം അത്രയ്ക്കൊരു വെല്ലുവിളിയുള്ളൊരു കഥാപാത്രമാണ് ഇത്. നമ്മൾ സുധി വാത്മീകത്തിൽ ജയസൂര്യ ചെയ്തു വെച്ചിട്ടില്ല ഈ വിക്ക് വരുന്നൊരു കഥാപാത്രം. നമുക്ക് എന്നാൽ വിക്കനാന്ന് പറഞ്ഞൊരു ഓവറായിട്ടുള്ള ഒരു പെർഫോമൻസും ഇല്ല, എന്നാൽ അതൊരു കോമിക്കായി പോയില്ല. അതേപോലെ ആ ഒരു കഥാപാത്രം പോലെ തന്നെ അർജുൻ അശോകൻ ഇത് വളരെ തന്മയത്തോടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ മറ്റു പലയിടത്തും നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കാണാൻ പറ്റും. കാരണം ഒന്നെങ്കിൽ കറുത്തിട്ട്, അല്ലെങ്കിൽ മുടി പോയിട്ടോ, അല്ലെങ്കിൽ അമിത വണ്ണത്തിൻ്റെ പേരിലോ, അങ്ങനെ പല പേരിൽ ഇങ്ങനെ കളിയാക്കലുകളും ഇരട്ടപ്പേരുകളും ഒക്കെ വിളിച്ച് കളിയാക്കുന്ന, നമ്മുടെ കൂട്ടുകാർ തന്നെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അർജുൻ അശോകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക വിഷമങ്ങളുണ്ടല്ലോ, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളതും അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളുമായിട്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ കഥാപാത്രം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സിനിമ കണ്ട് തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പെയിനാണ് നമ്മുടെ മൈൻഡിൽ. കാരണം നമുക്ക് തന്നെ പല രംഗങ്ങളിലും നമ്മളെ ആൾക്കാരൊക്കെ തമാശക്കാണെങ്കിൽ ഇരട്ടപ്പേരൊക്കെ വെച്ച് കളിയാക്കുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫീൽ അറിയാം. അത് അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ അത് പക്കായിട്ട് നമ്മുടെ അർജുൻ അശോകൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അർജുന അശോകന്റെ അച്ഛനായിട്ട് വേഷമിട്ടിരിക്കുന്നത് നമ്മുടെ അശോകനാണ്, ആ മരത്തിലെ അശോകനല്ലേ. അശോകൻ അതിമനോഹരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ആളെന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ നായികയാണ് രേവതി ശർമ്മ.
അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ രേവതി ശർമ്മ അതുപോലെ അർജുൻ അശോകൻ കോംബോ സൂപ്പറായിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ, അവർ തമ്മിലുള്ള പ്രണയരംഗങ്ങളും അവർ തമ്മിലുള്ള ഇമോഷണൽ രംഗങ്ങളും ഒക്കെ നമുക്ക് 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 കണ്ണ് നിറയും. അത്രയ്ക്ക് മനോഹരമായിട്ട് അവർ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഒരിക്കലും ഒരു കല്ലുകടി, ഈ സിനിമയിലെ പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും അതിമനോഹരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് വെറുതെ തിരികെ കയറ്റി ഒരു കഥാപാത്രത്തിനെ പോലും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. എല്ലാവർക്കും കൊടുത്ത വേഷങ്ങൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അനാവശ്യമായിട്ട് ഒരൊറ്റ ക്യാരക്ടർ പോലും ഇതിലില്ല. അത് ഈ പറയുന്ന രേവതി ശർമ്മ ആണേലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവദർശിനിയൊക്കെ അതിമനോഹരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. പിന്നെ അർജുന അശോകനും ഒക്കെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല നല്ല ഡെപ്തുള്ള ഒരു കഥയാണ് ഇവർ ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഡയറക്ഷനും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഇമോഷണൽ രംഗങ്ങളും അതുപോലെ മറ്റ് ലവ് സീനുകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന ഈ സിനിമയുടെ BGM ആണ് കേട്ടോ. മ്യൂസിക്കും BGM ഒക്കെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ഈ സിനിമ എൻഡ് ചെയ്യുന്നിടം വരെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നമ്മളെ ഒരിക്കലും മുഷിപ്പിക്കാത്ത രീതിയിൽ ഇതിൻ്റെ BGM ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകി നമ്മുടെ ഉള്ളിലോട്ടത് കയറുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക് കിലി അതുപോലെ വിജയ് ആനന്ദ് എന്നിവരാണ് കേട്ടോ. അതിമനോഹരം, ഒന്നും പറയാനില്ല. അതുപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന അനിരുദ്ധ് അനീഷാണ്. അതുപോലെ ഇതിൻ്റെ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്ന രാഹുൽ രാധാകൃഷ്ണനാണ്. നിങ്ങൾക്ക് നല്ലൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫീൽ ഗുഡ് മൂവി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണാം. വലിയ വലിയ സ്റ്റാർ കാസ്റ്റുകളോ വലിയ അവകാശവാദങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മുഷിപ്പ് തോന്നില്ല. നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് ഒരു സിനിമ കണ്ടിട്ട് തിരിച്ചു വരാം. അർജുൻ അശോകൻ ചെയ്തിരിക്കുന്ന ആ കഥാപാത്രമൊക്കെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു സിനിമ കാണാൻ, ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സിനിമ കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് ഈ സിനിമ കാണാം.